മലയാളികൾക്കേറെ സുപരിചിതയായ ഒരു മലയാളി ഗായിക തന്നെയാണ് ബിന്നി കൃഷ്ണകുമാർ. മലയാളത്തിലല്ല കൂടുതലും താരം സജീവമെങ്കിലും ബിന്നിയെയും ശിവാംഗിയെയും പ്രേക്ഷകർക്ക് നന്നായി അറിയാം. ഇപ്പോഴിതാ ബിന്നിയുടെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും സങ്കടം പരത്തുകയാണ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഗായിക ജാനകി അമ്മയെക്കുറിച്ചാണ് ബിന്നി ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് നിറയ്ക്കുന്നത്. ജാനകിയമ്മ എന്നോടും ശിവാംഗിയോടും ഒരിക്കൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടിലേക്ക് വരാൻ സാധിക്കാത്തതിൻ്റെ വിഷമം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മരണവാർത്ത കേൾക്കുമ്പോൾ ഞങ്ങളുടെ നെഞ്ചു പിടയുന്ന വേദനയാണ് ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അധികവും വന്നത് കഴിഞ്ഞ 5 മാസത്തിനിടയിലാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതൊരു സത്യമായ കാര്യമാണ്. അതിനു മുൻപ് വരെയും വളരെയധികം ആരോഗ്യവതിയായിട്ടാണ് നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ജാനകിയമ്മയുടെ മകനോടൊപ്പം കൈപിടിച്ച് എല്ലാ റെക്കോർഡ് സ്റ്റുഡിയോയിലും എല്ലാവരെയും കാണാൻ എപ്പോഴും എത്തുമായിരുന്നു ജാനകിയമ്മ. അതിനിടയിൽ തന്നെ മകൻ്റെ മരണം വല്ലാതെ തന്നെ ജാനകിയമ്മയെ അലട്ടിയിരുന്നു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമ്മ എന്നോടും ശിവാംഗിയോടും ഒരിക്കൽ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ കുടുംബസമേതം അങ്ങോട്ടേക്ക് ചെന്നു. എപ്പോഴും അമ്മ വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അത് അമ്മയുടെ ആരോഗ്യത്തെ തന്നെ പിന്നീട് ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. അമ്മയുടെ ആരോഗ്യം അത്രയും വഷളായിരുന്ന സമയത്തും അമ്മ എന്നെയും ശിവാംഗിയും കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. ചില ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് അതോർത്ത് സങ്കടമുണ്ട് എന്നാണ് ബിന്നി തന്നെ പറയുന്നത്. ഒരു കലാകാരി എങ്ങനെ ഇരിക്കണം, ഒരു ഗായിക എങ്ങനെ ഇരിക്കണം, അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടത് ജാനകിയമ്മയിൽ നിന്നാണ്. ഇത്രയും അധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഇത്രയും അധികം പ്രശസ്തി അവരുടെ വാതിലിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ നിൽപ്പുണ്ട്. എന്നാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സാധാരണ ജീവിതം നയിക്കുക, സാധാരണ വസ്ത്രം ധരിക്കുക, സാധാരണ വാഹനത്തിൽ യാത്ര ചെയ്യുക, അത്തരത്തിൽ ഒരുപാട് എളിമയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജാനകിയമ്മ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശസ്തി വന്നാലും നമ്മൾ ജാനകിയമ്മയെ പോലെ ആയിരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതേ കാര്യം തന്നെയാണ്. ഇത്രയും അധികം പാട്ട് പാടിയിട്ടുണ്ടെന്നും അവാർഡ് വാങ്ങിയിട്ടുണ്ടെന്നും ഒരിക്കലും ജാനകിയമ്മയെ കണ്ടാൽ നമുക്ക് തോന്നില്ല. അത്രയേറെ എളിമയോടെയാണ് പെരുമാറാറുള്ളത്. അതിനേക്കാൾ വലിയ പാഠം അവരുടെ മനസ്സാണ്. ജാനകിയമ്മയുടെ സംഗീതത്തെ പോലെ തന്നെ അവരുടെ നൈർമല്യവും സ്നേഹപൂർണ്ണമായ പെരുമാറ്റവും ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഇത്രയും നൈർമല്യത്തോടെ ജീവിക്കാൻ സാധിക്കുമോ, എളിമയോടെ ജീവിക്കാൻ സാധിക്കുമോ? ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ള ജാനകിയമ്മയും പി സുശീലാമ്മയും വാണി ജയറാമും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നവർ ഇവൻ തന്നെയാണ്. അങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാളുടെ കഴിവിനെ ഹൃദയം തുറന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് ഇന്നത്തെ കാലത്ത് വളരെയധികം അപൂർവമാണ്. എന്നാൽ അവരുടെ കാലത്ത് അത് ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത്തരത്തിൽ തന്നെയാണ് എപ്പോഴും ഇവർ തന്നെ കാണുമ്പോൾ അഭിനന്ദിക്കാറുള്ളതെന്നാണ് ബിന്നി വെളിപ്പെടുത്തുന്നത്. ജാനകിയമ്മയുമുള്ള എൻ്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ ഗുരു ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ വീട്ടിലുള്ളതാണ്. ജാനകിയമ്മയുടെ മകന് മുരളി എന്ന് പേരിട്ടത് ഗുരുജിയോടുള്ള ആദരവും സ്നേഹവും കൊണ്ടായിരുന്നു. അതും ബിന്നി വെളിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.